എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെവൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ടെൻ ഓഫ് പെന്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ടെൻ ഓഫ് കപ്സ്, ത്രീ ഓഫ് wands, four of pentacles, three of pentacles. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നയൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു കെട്ടുപാടിൽ പെട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്വയം തീർത്ത ഒരു കെട്ടുപാടാവാം. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തടവറയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആവാം. ചില ആളുകൾക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വൈകാരികമായിട്ട് വളരെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷനിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാനസികമായൊരു പിരിമുറുക്കത്തിലാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഇതെന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷൻ ആവാം. എങ്ങനെയായാലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ തന്നെ അത് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അത് ഹെൽത്ത് ഇഷ്യൂ മൂലം ഉണ്ടാവുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത് മൂലം നിങ്ങൾ സ്റ്റക്കായി പോയതും ആവാം. എങ്ങനെയായാലും അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം പുറത്തു കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ബാഡ് സിറ്റുവേഷൻ, നെഗറ്റീവ് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും അത് മാറി വരും. അത് എന്നും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു എനർജിയാണ്. അത് കുറച്ച് ഉടനെ തന്നെ നിങ്ങൾക്കത് മാറി നിങ്ങൾ നല്ലൊരു എനർജിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോഴേ അത് മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു കെട്ടപ്പെട്ട ഒരവസ്ഥയല്ല. അത് എത്രയും പെട്ടെന്ന് അത് പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. നിങ്ങൾ അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം എഫേർട്ട് എടുത്ത് മുന്നിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ടെൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് ഒരു ഒത്തുചേരൽ ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ സ്വത്ത് ഭാഗം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അനന്തര അവകാശം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതായിരിക്കാം. നിങ്ങളുടെ കുടുംബ ബിസിനസ്സിൽ പങ്കാളിത്തം കിട്ടുന്നതുമാവാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ബിസിനസ്സിൽ ഇത്രയും നാളും നിങ്ങൾക്ക് അതിനകത്തൊരു ഷെയർ കിട്ടുകയോ പങ്കാളിത്തം കിട്ടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കും കൂടി അത് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിന്നിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വിട്ടിട്ട് നിങ്ങളും കൂടി ആ ഫാമിലി ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ദീർഘകാലങ്ങളായിട്ട് വെച്ചിരുന്ന നിക്ഷേപങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാവി തലമുറയിലെ ആളുകൾക്ക് അവരുടെ ഒരു ഭാവിയെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകൾ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും ഇത് ഫാമിലി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു നല്ല ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ദേശത്തേക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം മൂലം മാറിപ്പോയ ആളുകൾ അവരത് ക്ലാരിറ്റി എടുത്ത് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നുണ്ടാവാം. എങ്ങനെയാണെങ്കിലും ഇന്നൊരു കുടുംബ സംഗമവും കുടുംബത്തിലെ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിയും ഒക്കെ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പുതിയ ചില സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടാവുക. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നേക്കാളും മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് നടത്തുന്നതിന് കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു വരാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരുടെ ആശയങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കുകയും അതുവഴി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകളെ പുറത്തെടുത്ത് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നല്ലൊരു സമയമാണ്. നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകൾക്കോ ചേരാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റിയൊരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കാം നല്ല എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പരിശീലിക്കാൻ, കൈത്തൊഴിലുകളോ കരകൗശലങ്ങൾ വിദ്യകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിശീലിക്കാനായിട്ട് തീരുമാനിക്കുകയോ അങ്ങനെ ചെയ്യാൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ വളർച്ചയെയും വിജയത്തെയുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുമായി സഹകരിച്ച് നിന്ന് പോകുക, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി സഹകരിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രോത്ത്, അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നേക്കാളും മറ്റുള്ളവരുമായി കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു വിജയത്തിൻ്റെ സക്സസിൻ്റെ ഒരു റേറ്റ് കൂടുതലായിരിക്കാം. അത് നിങ്ങൾക്കിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ പണം വന്നു ചേരുമ്പോൾ അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ടെൻഷനും കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മണി വരുമ്പോൾ അത് എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു ടെൻഷനും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ജാഗ്രത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവും. കാരണം അത് കുടുംബത്തിലൊരു സ്വത്തായിരിക്കാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ മൂല്യം കൽപ്പിച്ചാണ് നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യുന്നതും എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത്. സമ്പത്ത് സംരക്ഷിക്കേണ്ട ഒരു ടെൻഷൻ ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഭയവും ഉത്കണ്ഠയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് വന്ന ഈ മണിയാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാതെ ഒരു പ്രോബ്ലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പണത്തിനെ ലക്ഷ്യമാക്കി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. അതായത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് സാഹസികതയും ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണിത്. അപ്പോൾ
ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അടുത്ത കപ്പൽ ഏതാണോ വരുന്നത്, അടുത്ത സാഹചര്യം, അടുത്ത സിറ്റുവേഷൻ എന്താണോ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നത്, അതിൽ മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും നിൽക്കുന്ന ഒരാളാണ് ഇതിനകത്ത് വരുന്നത്. ദീർഘവീക്ഷണത്തോടെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ അവസരങ്ങൾ കണ്ടുപിടിക്കുന്നതിനും എന്തെങ്കിലും വ്യാപാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോ തൊഴിൽപരമായിട്ട് എല്ലാ അഭിവൃദ്ധിക്കും ഒക്കെ ഇതിനകത്ത് ഒരു ചാൻസാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് അത് അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു ചാൻസാണ് ഇന്നത്തെ ദിവസം കൂടുതലും കാണുന്നത്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാതെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക്, സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു അഭിവൃദ്ധിയാണ് ഇന്ന് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഭാഗ്യചക്രം തിരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സ്ട്രഗിളിൽ കൂടി കടന്നു വന്ന ആളുകളാണെങ്കിലും അതൊക്കെ മാറി നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് മാറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സുപ്രധാനമായ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പോസിറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദി പറയുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഒരു ചെറിയ കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് സന്തോഷം നമുക്ക് കൊണ്ടുതരുന്നെങ്കിലും അതിന് നമ്മളെപ്പോഴും നന്ദി പറയണം. എന്നാലേ നമുക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുതരുള്ളൂ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമോ ഒരു സംതൃപ്തിയോ ഒക്കെ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എത്ര ചെറിയ കാര്യമാണോ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന യൂണിവേഴ്സ് അതിനെപ്പോഴും നന്ദി പറയുക. അപ്പോൾ അതിലും കൂടുതൽ വലിയ കാര്യങ്ങൾ, വലിയ നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പോൾ ഒരിക്കലും നമ്മൾ പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന സന്തോഷങ്ങളിൽ, കിട്ടുന്ന പോസിറ്റീവ്നെസ്സിൽ നമ്മളെപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ നന്ദി പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് വരികയും ചെയ്യും. അതുപോലെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം വളരെ സംതൃപ്തിയും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കരുതലോടും കൂടി ഇരിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫാമിലിയിൽ നിന്ന് ദൂരത്തേക്ക് പോയ ആൾക്കാർ തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വളരെയധികം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. എന്ത് സന്തോഷമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളിന്ന് കുടുംബവുമായിട്ട് ഒന്നിച്ച് സന്തോഷം പങ്കിടുകയും സന്തോഷത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്കിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പരസ്പരം ഒരു സ്നേഹവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ നല്ലൊരു എനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഇത്രയും നല്ലൊരു റീഡിങ് തന്നതിന് നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. അതുപോലെ തന്നെ എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കൂടുതൽ ഡെഫിനറ്റ് ആയിട്ടുള്ള റിസൾട്ടും തരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി ഇരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.